സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം വളരെ ദാരുണമായ വാർത്തയാണ് നാം എല്ലാവരും മറുനാടൻ മലയാളിയുടെ കേട്ടത്. കോട്ടയത്ത് ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷൻ ഏറ്റുമാനൂർ റെയിൽപ്പാളത്തിൽ ഷൈനി തൻ്റെ 2 പിഞ്ചു മക്കളും കൊണ്ട് ജീവിതം ഹോമിക്കാൻ തീരുമാനിക്കുമ്പോൾ അവർ കടന്നുപോയ സമാനതകളില്ലാത്ത ദുരന്തത്തെ മനസ്സിലാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. ഒരാൾ ജീവിതം അവസാനിപ്പിക്കണമെങ്കിൽ അത്രമേൽ കടുത്ത പ്രയാസത്തിലൂടെ, അല്ലെങ്കിൽ തൻ്റെ മക്കളെ പോറ്റാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവ്, മുട്ടിയ വാതിലുകളെല്ലാം അടഞ്ഞപ്പോൾ എല്ലാ ഭാഗത്തുനിന്നും തടസ്സങ്ങൾ നേരിട്ടപ്പോൾ ഷൈനി തൻ്റെ ജീവൻ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാകാം. പക്ഷേ ബീന ബേബിയുടെ മരണത്തെ തുടർന്ന് ഉണ്ടായ UNA എന്ന് പറയുന്ന പ്രസ്ഥാനം ഇനിയൊരു ബീന ബേബിയും അല്ലെങ്കിൽ ഒരു ആത്മഹത്യയും നഴ്സിംഗ് മേഖല നടക്കരുത് എന്ന് കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടാണ് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത്. അവിടെ ഷൈനിയും മക്കളും മരിച്ചത് നമ്മുടെ ഒരു പരാജയമായി തന്നെ കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ മേഖലയിലെങ്കിലും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാതെ, പ്രതിസന്ധികളുമില്ലാതെ ഒരു സമൂഹത്തിന് ജീവിക്കാനുള്ള അവസ്ഥയുണ്ടാക്കണം എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഘടന കെട്ടിപ്പടുത്തതും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഷൈനി നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി അത് നമ്മൾ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ കാരിത്താസ് ആശുപത്രി മാനേജ്മെൻറ്റ് ഇറക്കിയ ഒരു വിശദീകരണ കുറിപ്പ് കണ്ടപ്പോഴാണ്. അതിൻ്റെ ഗാഢത നമുക്ക് മനസ്സിലാകുന്നത്. നഴ്സിംഗ് മേഖലയിൽ പലപ്പോഴും ആളുകൾക്ക് ഒരു ബ്രേക്ക് എടുക്കേണ്ടി വരുന്നു. ഈ ബ്രേക്ക് അത് പിന്നീട് ഗ്യാപ്പായി മാറുന്നു. ആ ഗ്യാപ്പിൻ്റെ പേര് പറഞ്ഞ് ചൂഷണം അതിതീവ്രമായി തുടരുന്നു എന്നുള്ളത് വ്യക്തമാക്കുകയാണ്. കാരിത്താസ് ആശുപത്രിയിൽ മാത്രമല്ല, 12ഓളം ആശുപത്രി കോട്ടയത്ത് ഒരവസരത്തിനു വേണ്ടി ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് തൻ്റെ മക്കളെ പോറ്റാൻ വേണ്ടി ഷൈനി കയറി ഇറങ്ങിയിരുന്നു. എന്നാൽ എല്ലാ വാതിലുകളും കൊട്ടിയടച്ചു എന്ന് മാത്രമല്ല, 1 വർഷം വരെ സൗജന്യ സേവനം എടുക്കാനാണ് ഷൈനിയോട് നിർദ്ദേശിച്ചിരുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ കണ്ടു. ലോക്കോ പൈലറ്റിൻ്റെ ഈ ഷൈനിയെയും മക്കളെയും ദൂരെ നിന്ന് കണ്ട് നിർത്താതെ ഹോൺ അടിക്കുമ്പോഴും മക്കൾ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് മരണത്തെ പുൽകാൻ തീരുമാനിച്ചെങ്കിൽ ആ മക്കൾ പോലും മനസ്സിലാക്കിയിരിക്കുന്നു എത്രമാത്രം ദുരിതമാണ് ഈ നാട്ടിൽ ജീവിക്കുക എന്നുള്ളത്. നാം എല്ലാവരും ചിന്തിക്കണം. ഇന്ന് ഷൈനിയാണെങ്കിൽ നാളെ നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ നമ്മൾ പരസ്പരം പിന്തുണക്കാൻ തയ്യാറായില്ലെങ്കിൽ, പരസ്പരം കൈ കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ, ഈ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവരുടെ വില അല്ലെങ്കിൽ അവരുടെ അവസ്ഥ മനസ്സിലാക്കാൻ പ്രിയ സഹപ്രവർത്തകരെ, നമ്മുടെ സംഘടനക്കും നമ്മുടെ സംഘടനയിലെ സമൂഹത്തിനുമെങ്കിലും സാധിക്കണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഷൈനി ഒരിക്കലെങ്കിലും UNAയുടെ അടുത്തേക്ക് എത്തിയിരുന്നെങ്കിൽ സംരക്ഷിക്കാമായിരുന്നു എന്ന് ചുമ്മാ പറഞ്ഞതല്ല, കൃത്യമായ നിലപാടുകളോടുകൂടി പറഞ്ഞു വെക്കുകയാണ്. ഇനി ഷൈനിയുടെ കാര്യത്തിൽ സംസാരിച്ചിട്ട് കാര്യമില്ലെങ്കിലും ഇനിയൊരു ഷൈനി ഉണ്ടാകാതിരിക്കാൻ നാം എന്ത് മുൻകരുതലെടുക്കണം. ഇന്ന് മറുനാടൻ മലയാളിയിലും ഷാജൻ സ്കറിയ പറയുന്നുണ്ട്, UNA ഈ വിഷയം അഡ്രസ്സ് ചെയ്യണം. തീർച്ചയായിട്ടും UNA അഡ്രസ്സ് ചെയ്യും. ഒരു സഹപ്രവർത്തകർക്കും ഈ പ്രശ്നം ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ ഉറപ്പുവരുത്തും. അതുകൊണ്ട് തന്നെയാണ് കാലങ്ങളായി നമ്മൾ ഉപയോഗിക്കുന്ന 7025844844 എന്ന നമ്പർ ഉപയോഗിക്കാൻ, അതിലേക്കൊരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് സഹായത്തിനായി, നിങ്ങൾക്ക് ഏത് ഗൈഡൻസിനായിട്ടും സംഘടന ഉണ്ടാകും എന്നുള്ളത് പറയുന്നത്. UNAയുടെ സജീവ അംഗങ്ങൾ ആരും ഒരാളൊഴികെ മറ്റൊരാളും കഴിഞ്ഞ 14 വർഷത്തിനുള്ളിൽ ആത്മഹത്യ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ സംഘടനയുടെ ഏറ്റവും വലിയ വിജയം. ആ ഒരു സഹപ്രവർത്തകനും കുടുംബപരമായ ഒരു വിഷയം ഒരു ധൃതി പിടിച്ചെടുത്ത ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായി ആത്മഹത്യ ചെയ്തു കഴിഞ്ഞ വർഷം പത്തനംതിട്ടയിൽ വെച്ച്. പരിമല ആശുപത്രിയിലെ സ്റ്റാഫായിരുന്നവർ. അന്ന് അവർ പോലും സംഘടനയോട് സംസാരിച്ചിരുന്നെങ്കിൽ അവരെ ആ ആത്മഹത്യ പോലും ഒഴിവാക്കാൻ സംഘടനയ്ക്ക് സാധിക്കുമായിരുന്നു. UNA വരുന്നതിന് മുമ്പ് ഒരു വർഷം 20-22 ആത്മഹത്യകൾ നടന്നിട്ടുണ്ടെങ്കിൽ UNAയുടെ പിറവിക്ക് ശേഷം നഴ്സിംഗ് മേഖലയിൽ ആത്മഹത്യകൾ നന്നേ കുറവാണ്. കൂടുതലും ഇപ്പോൾ ആത്മഹത്യ നഴ്സിംഗ് വിദ്യാർത്ഥികൾ, അവരെയും സംഘടിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. വളരെ കുറച്ച് ക്ഷണികമായ ജീവിതം, ആ ജീവിതം അവസാനിപ്പിക്കാൻ എന്തൊക്കെ കാരണങ്ങളുണ്ട്, ജീവിക്കാനുള്ള 100 കൂട്ടം കാരണങ്ങൾ തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യം.
കാരിത്താസ് മാനേജ്മെൻറ്റിൻ്റെ പേര് പ്രത്യേകം എടുത്ത് കാണിക്കാൻ നിങ്ങൾ ഇറക്കിയ വിശദീകരണ കുറിപ്പാണ് അതിൽ യഥാർത്ഥത്തിൽ വിമർശിക്കപ്പെടുന്നതും ചോദ്യം ചെയ്യപ്പെടുന്നത്. NABHൻ്റെ പേരിൽ NABH ഒരു മാനദണ്ഡമുണ്ട്, 9 വർഷത്തിന് മുകളിൽ ഗ്യാപ്പുള്ളവരെടുക്കുക. അങ്ങനെ ഒരു മാനദണ്ഡം NABHൻ്റെ എവിടെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. മാത്രമല്ല BSc നഴ്സിംഗ് പാസ്സായ ഒരാളെ നഴ്സിംഗ് അസിസ്റ്റൻ്റായി എടുക്കാമെന്ന് അതിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാൾ നല്ലതല്ലായിരുന്നോ കാരിത്താസ് മാനേജ്മെൻറ്റ്? അവർക്കൊരു 3 മാസം ഒരു ട്രെയിനിങ് കൊടുക്കുക. അവർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ അറിവില്ല എന്ന് തോന്നുകയാണ്, ഒരു ട്രെയിനിങ് കൊടുക്കുക. അവർക്ക് സർക്കാർ നിശ്ചയിച്ച ശമ്പളത്തിൻ്റെക്കാൾ ഒരു 10-20% കുറച്ചു കൊടുക്കുക. കൃത്യമായ കഴിവ് 1-2 മാസം കൊണ്ട് ആ നഴ്സിന് സ്വായത്തമാക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് UN. അല്ലെങ്കിൽ ഏതൊരു നഴ്സും അങ്ങനെയാണ്. എത്ര ഗ്യാപ്പിട്ടാലും ഇപ്പം നിങ്ങൾ തന്നെ നോക്കുക, പല ആശുപത്രികളിലും 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളെ നഴ്സിങ്ങിന് 3 മാസത്തെ 2 മാസത്തെ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് അവരെ ജോലിക്ക് എടുക്കുന്ന അവസ്ഥ നാം കാണാറുണ്ട്. അല്ലെങ്കിൽ കേരളത്തിലെ ആശുപത്രികളിൽ പലയിടത്തും അത്തരം അവസ്ഥകളുണ്ട്. ഇപ്പോൾ നിങ്ങൾ തുച്ഛമായ ശമ്പളത്തിന് പണിയെടുപ്പിക്കാൻ വേണ്ടി ഇറക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് ഈ ഗ്യാപ്പിനെ UN കാണുന്നത്. പ്രിയ സഹപ്രവർത്തകരെ, നമുക്ക് മുന്നിൽ നിരവധിയായ ഓപ്പർച്യൂണിറ്റി, ഇന്ത്യയിൽ മുഴുവൻ അവസരങ്ങൾ നഴ്സുമാർക്കുണ്ട്. പല സ്റ്റേറ്റുകളും മികച്ച ശമ്പളത്തിൽ തൊഴിലെടുക്കാനുള്ള സാഹചര്യമുണ്ട്. പല ഹോം കെയർ, കേരളത്തിലടക്കം ഹോം കെയർ സ്ഥാപനങ്ങൾ ഈ വാർത്ത കണ്ട് എന്നെ ബന്ധപ്പെടുകയുണ്ടായി. എത്ര നഴ്സുമാരെടുത്താലും ഏറ്റവും ചുരുങ്ങിയത് 30,000 രൂപയെങ്കിലും ശമ്പളം കൊടുത്തുകൊണ്ട് നിർത്താൻ ഹോം കെയർ മേഖലയിൽ പോലും ആളുകൾ തയ്യാറാണ് എന്ന് എന്നോട് പല ആളുകളും അറിയിക്കുകയുണ്ടായി. തുറന്ന നിലപാടുമായി ആർക്ക് വന്നാലും അവർക്ക് തൊഴിലവസരം സൃഷ്ടിക്കാൻ ഈ സംഘടന നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ ഒരു നിമിഷം ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് ആലോചിക്കണം. ഈ നമ്പറിലേക്ക് 7025844844 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് വോയിസ് നോട്ടായിട്ടോ വാട്സപ്പ് മെസ്സേജ് ആയിട്ടോ നിങ്ങൾ ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ അടുത്ത 6 മണിക്കൂറിനകം നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും. അത് പാതിരാത്രി ആയാൽ പോലും. അത്രയും ആളുകൾ കൃത്യമായി മോണിറ്റർ ചെയ്യുന്ന ഒരു സംവിധാനം UN ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സംവിധാനം നിങ്ങൾ ഉപയോഗിക്കണമെന്നുള്ളതാണ് എനിക്ക് നിങ്ങൾ ഓരോരുത്തരോടും അഭ്യർത്ഥിക്കാനുള്ളത്. UN സജീവ അംഗങ്ങൾ എന്നും നിരവധിയായ പ്രശ്നങ്ങൾ അവർക്കുമുണ്ടെങ്കിലും ഒരിക്കൽ പോലും അവർ സ്വന്തം ജീവനെടുക്കാൻ ശ്രമിക്കാത്തതിന് കാരണം അവർക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ഈ സമൂഹത്തിൽ ആളുകളുണ്ട് എന്നുള്ള വിശ്വാസമാണ്. ആരൊക്കെ കൈയൊഴിഞ്ഞാലും ശരി, നിങ്ങൾക്കൊപ്പം ഈ പ്രസ്ഥാനമുണ്ടാകും എന്ന് ഉറച്ച ശബ്ദത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. ഒരുപാട് പേർ ഞാനിട്ട പോസ്റ്റിന് കീഴിൽ പോലും തൊഴിലെടു നൽകാൻ തയ്യാറാണ് എന്നറിയിച്ചുകൊണ്ട് മെസ്സേജ് നിങ്ങൾക്ക് കാണാം. ഏത് രജിസ്ട്രേഷൻ ആയിക്കോട്ടെ, ഏത് വിഷയങ്ങളായിക്കോട്ടെ, നമ്മൾ കൂടിയിരുന്ന് പരിഹരിക്കാൻ സാധിക്കുന്ന എല്ലാ തരത്തിലുള്ള നിയമസഹായങ്ങളും സംഘടന നിങ്ങൾക്ക് ഉറപ്പുവരുത്തും. ഈ പ്രസ്ഥാനത്തിൻ്റെ കടമയും ഉത്തരവാദിത്വം അതുതന്നെയാണ്. അതിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകും. എത്ര വലിയ വൻകിടക്കാരാണ് നിങ്ങളുടെ എതിരാളികളെങ്കിലും അവരോട് കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ ശേഷിയുള്ള പ്രസ്ഥാനമാണ് UN എന്നുള്ളത് തിരിച്ചറിയണമെന്ന് ഓരോ നഴ്സിംഗ് സഹപ്രവർത്തകരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഒരിടത്തും കുറഞ്ഞ വേതനത്തിന് തൊഴിലെടുക്കാൻ നിങ്ങൾ തയ്യാറാകരുത്. മികച്ച തൊഴിൽ കണ്ടെത്തി നൽകാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഈ സംഘടന സദാ സജ്ജരാകും. UN കീഴിലുള്ള 476 ആശുപത്രികളും വേക്കൻസി വന്നാൽ അത് നിങ്ങളെ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യാൻ, നിങ്ങളിലേക്ക് എത്തിക്കാൻ എല്ലാം ഈ സംഘടന സംവിധാനത്തിലൂടെ സാധിക്കും. UN നേരിട്ട് നേതൃത്വം നൽകുന്നത് ജർമ്മൻ റിക്രൂട്ട്മെൻറ്റ്. അവിടെ നിങ്ങൾക്കറിയാം, പ്രവൃത്തി പരിചയം സർട്ടിഫിക്കറ്റ് അത് ഹോം കെയർ ആയാൽ പോലും പരിഗണിക്കും. ജർമ്മനിയിലേക്കുള്ള മുഴുവൻ പഠനവും സൗജന്യമായിട്ടാണ് UN നൽകുന്നത്. നിങ്ങളടക്കുന്ന പരീക്ഷാ ഫീസ് അടക്കം മുഴുവൻ തുകയും നിങ്ങൾക്ക് എംപ്ലോയർ റീഫണ്ട് ചെയ്തു തരും. 1 രൂപ പോലും ഇല്ലാതെ നിങ്ങൾക്ക് ജർമ്മൻ രാജ്യത്തേക്ക് എത്താൻ പറ്റും. ആകെ ഒരു കാര്യം, ജർമ്മൻ ഭാഷാ പഠനത്തെ നിങ്ങൾ മറികടക്കണമെന്നതാണ്. അതിനുള്ള മികച്ച ട്രെയിനിങ് നിങ്ങൾക്ക് നമ്മുടെ 2-3 ബാച്ച് വിദ്യാർത്ഥികൾ പഠിക്കുന്നില്ല, അവരോട് ചോദിച്ചാൽ അറിയാം. മികച്ച ക്ലാസ്സും മികച്ച അവരുടെ എല്ലാ സംശയങ്ങളും, അതുപോലെ PSc കോച്ചിങ് കൃത്യമായി കേരളത്തിലെ മുഴുവൻ അധ്യാപകർ, ഏറ്റവും മികച്ച അധ്യാപകർ ഒരു കോച്ചിങ് കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് UN നേതൃത്വത്തിലുള്ള കോച്ചിങ് സെൻ്ററുകളാണ്. PSc കോച്ചിങ് നടക്കാം. കൃത്യമായ നിർദ്ദേശങ്ങൾ അത് അധ്യാപകരാണ് നടത്തുന്നത്. UN അധ്യാപക സംഘടന നേരിട്ടാണത് കൊടുക്കുക. ഇപ്പോഴും 100-ലധികം ആളുകൾ അതിൻ്റെ ഭാഗമായി പഠിക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ അറിയുക. എല്ലാ തരത്തിലും നിങ്ങളെ സഹായിക്കാൻ ഈ സംഘടന കൂടെ ഉണ്ടാകും. ഒരു തരത്തിലും നമ്മുടെ
പിഞ്ചു മക്കളെ കൂടി ചേർത്ത് പിടിക്കാൻ നമ്മൾ തയ്യാറാണ്. നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ നാം ഒറ്റക്കെട്ടായി നിൽക്കാൻ തയ്യാറാണ്. പ്രിയ സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, 7025844844 എന്ന ഈ നമ്പർ നിങ്ങളുടെ ഫോണുകളിൽ സേവ് ചെയ്ത് വെക്കുക. ഓരോ നഴ്സിലേക്കും ആ നമ്പർ എത്തിക്കുക. നിങ്ങൾക്കൊരു പ്രതിസന്ധി വന്നാൽ, ഒരു പ്രശ്നം വന്നാൽ ആ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. ഒരു തൊഴിൽ കണ്ടെത്താനുള്ള പ്രയാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക. നിങ്ങൾക്ക് കൃത്യമായ ഗൈഡൻസ് ഉറപ്പാണ് എന്നുള്ളത് പറയാൻ കൂടി. ഇനിയൊരു ഷൈനിയും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകരുത് എന്ന് ഉറപ്പ് വരുത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്ന് പറയുവാനും, കേരളത്തിലെ ആശുപത്രി മാനേജ്മെൻറ്റിനോട് നിങ്ങളുടെ ക്രൂരതകൾ അവസാനിപ്പിക്കണം. ഗ്യാപ്പിൻ്റെ പേരിൽ പോലും കൊറോണ സമയത്തും അതുപോലെ തന്നെ നിപ്പ വന്ന സമയത്തും ഒന്നുമില്ലാത്ത ഒരു മാനദണ്ഡം ഗ്യാപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇപ്പോൾ കാണിക്കുന്നത് ശുദ്ധ പോക്രിത്തരമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അവർക്ക് 1-2 മാസത്തെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു കോച്ചിങ് കൊടുത്താൽ, ഒരു ട്രെയിനിങ് കൊടുത്താൽ അവർ ഉജ്ജ്വലമാക്കപ്പെടും. അവരുടെ എക്സ്പീരിയൻസ് പോലും നിങ്ങൾക്ക് ഉപയോഗിക്കപ്പെടാൻ പറ്റും. കാരണം ഒരു നേഴ്സ് പോലും ജീവിതത്തെ ബ്രേക്ക് എടുക്കാതെ പോകുന്നില്ല എന്നുള്ള കാര്യം കൂടി തിരിച്ചറിയുക. നഴ്സിംഗ് സമൂഹത്തിൻ്റെ സമഗ്രമായ മാറ്റത്തിന് മുഴുവൻ സംവിധാനങ്ങളും ഒരുക്കി UNA ഉണ്ടാകും. ഏത് സഹായത്തിനും നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ബന്ധപ്പെടാനുള്ള നമ്പർ ഈ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ 7025844844 എന്ന നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക.